ഇത് ഞാൻ താഴെ കുത്തിയില്ല. വേണ്ട, ബാക്കി കാണിക്കേ. വീഡിയോ ചിരിച്ചോണ്ടി ആരെങ്കിലും എന്നെ കളിയാക്കുവോ അപ്പച്ചി? എടി പെട്ടെന്ന് നീ എന്തിനാ ഇവിടെ ഇങ്ങനെ മടക്കുന്നത്? താഴോട്ട് തന്നെ കിടക്കട്ടെ. എടി താഴോട്ടല്ല, അവിടെ ഞുറു അവിടെ അങ്ങ് പുറയിൽ വരണ്ടേ. അത് എടി ആരും നീ അവിടെ ഒന്ന് കുത്ത് എന്റെ പൊന്നില്ല. നമ്മെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത്രയും ആഡംബരമായിട്ട് ഒരുങ്ങുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ദേവൂട്ടൻ്റെ ചോറൂണാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലേന്ന് അപ്പച്ചിയും ഗൂഗിളും വരുമെന്നുള്ളതിൻ്റെ ഒറ്റ ഉറപ്പിലാണ് ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം അല്ലാതെ നടക്കത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എനിക്കിത് ഉടുത്തുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നു മറ്റേ മൈബോസ് പടത്തിന് അതിൽ ദിലീപ് മമതയെ സാരി ഉടുപ്പിക്കുന്ന സീനുണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. സെറ്റ് മുണ്ടുമായിട്ട് തന്നെ ഇങ്ങനെ കണക്കിന് സാരി ആയിരുന്നെങ്കിൽ എന്തോ ഇതേനെ. പിന്നെ എനിക്ക് സാരി ഉടുക്കുന്ന സമയത്ത് കുറേ നിബന്ധനകളുണ്ട്, അത് വെച്ച് വേണം ഉടുപ്പിക്കാൻ. എന്നെ സാരി ഉടുപ്പിച്ച് അപ്പച്ചിക്ക് ഉടുക്കാനുള്ള സമയവും പോയി. പിന്നെ ഞാനും അപ്പച്ചിയും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ അപ്പച്ചിയോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചച്ഛനോട് സംസാരിക്കുന്നതും അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ ഞാൻ പണ്ടേ അങ്ങനെ, അവർക്ക് അതിനകത്തൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഭയങ്കര എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്കതുകൊണ്ട് ആ ഒരു ഫ്രീഡം ഉണ്ട് അവരുടെ അടുത്ത് തിരിച്ചിങ്ങോട്ടും. പിന്നെ ഇപ്പം ഞാൻ ഈ റെഡിയാവുന്നതിനകത്തിൽ വേറെ കുറേ ചേഞ്ചസ് കൂടെ ഉണ്ട് ഗൈസ്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി. എനിക്ക് പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പച്ചി ഉടുപ്പിച്ചത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ്. എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ഉടുക്കാൻ പറ്റി. പിന്നെ മേക്കപ്പിൻ്റെ പരിപാടികളിലേക്ക് ഞാൻ അങ്ങനെ കിടക്കുമായിരുന്നു ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഒരു ക്രീം എടുത്തുകൊണ്ട്, ഡവിൻ്റെ ക്രീം. ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പിൻ്റെ പരിപാടികളൊന്നും ചെയ്യാറില്ല. മറ്റേ പറയുന്നതിനകത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഡവിൻ്റെ ഒരു ക്രീം ഇട്ടു. അതിനുശേഷം ഞാൻ ഒരു ഐടെക്സിൻ്റെ നമ്മുടെ പൊട്ട്, അതാണല്ലോ മെയിൻ ഐറ്റം. പൊട്ട് വെച്ചിട്ടൊരു ചിരി, എനിക്കത് മെയിനായിട്ടോ കണ്ണാടി നോക്കി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ണാടി നോക്കി ഈ ഐലൈനർ എഴുതാൻ എനിക്കറിയത്തില്ല. ഓരോ പെൺപിള്ളേരെ റീൽസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ ഈ കണ്ണ് എഴുതുന്ന കാണുമ്പോൾ ഞാൻ അതിശയിക്കും. എനിക്ക് തെറ്റിപ്പോവും. എനിക്ക് കണ്ണാടി നോക്കി തന്നെ എഴുതണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം മാത്രമേ ഫോണിൽ നോക്കി എഴുതിയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു മസ്കാര അപ്ലൈ ചെയ്തു. അതൊക്കെ ഞാൻ വളരെ ഒക്കേഷനലി, ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ എവിടെ പോകുന്നെങ്കിലും അങ്ങനെ ഒരുങ്ങി പോകുന്നതെന്ന് ഇഷ്ടമല്ല. പിന്നെ എന്നെ അപ്പച്ചി ഒരുപാട് നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഞാനങ്ങ് അണിഞ്ഞൊരുങ്ങാമെന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ അതിനകത്ത് കുറേ പണി. എനിക്കാണെങ്കിൽ ഈ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് തന്നെ അങ്ങ് ചിരി വരും. പക്ഷേ ചിരിച്ചുകൊണ്ട് നിന്നാൽ സമയം പോകുന്നു. അവിടെ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ കുറേ ഉത്തരവിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താനൊക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത് പലയിടത്തും പല വിഷയങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്നാലും എനിക്ക് ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി നാച്ചുറലായിട്ട് ലിപ് ലൈനർ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ലിപ്പിൻ്റെ ഔട്ടർ എഡ്ജ് ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഡാർക്കാണ്. പിന്നെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലിപ് ലൈനർ ഉപയോഗിക്കുന്നത് തന്നെ. അങ്ങനെ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തു. അതിനുശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അത് തീർന്നിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണത്. അതുകൊണ്ടാണ് ഞാനത് അടിച്ചിട്ടാണ് ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുറേ പാശയൊക്കെ കാണിച്ചിട്ട് ഇനിയാണ് മെയിൻ ചടങ്ങിലോട്ട് ഞാൻ പോകുന്നത് ഗൈസ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ മാലയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. മറ്റേ നാര് പോലെ നടക്കുക, അതായത് കഴുത്തേ കിടന്നാൽ അറിയരുത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. വളയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇട്ടിട്ടേ ഇല്ല. വള ഇട്ടിട്ടില്ല. വാച്ചൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ മാത്രം ഞാനിടും. അങ്ങനെ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അങ്ങ് തോന്നുമോ, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കുമോ, നാണക്കേടാന്നോ എന്നൊക്കെയുള്ള ബോധമാണ്. പിന്നെ ഈ ചേരുന്ന കമ്മലും ചേരുന്ന മാലയൊക്കെ ഓരോരുത്തർ ഇട്ടുകൊണ്ട് കിടക്കുന്നതാണ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇട്ടിട്ടില്ല. ചേരുന്ന കമ്മലും മാലയും ഒന്നും ഇട്ടിട്ടില്ല. എനിക്കതൊക്കെ ഭയങ്കര നാണക്കേട്. ആരൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക, അങ്ങനെ ഒരു തോന്നലായിരുന്നു. പിന്നെ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമല്ലോ കുറച്ച് നേരം ഇതൊക്കെ കാണുമ്പോൾ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ കാരണം ഞാൻ ഇട്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് അപ്പച്ചി അത്രയും നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാൻ അത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇട്ടു. പിന്നെ കണ്ടോ കുപ്പിവള. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ വളയിട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ വളയില്ല. അങ്ങനെ അപ്പച്ചി കഴിഞ്ഞ ദിവസം ഓച്ചിറ അമ്പലത്തിൽ പോകാൻ നേരത്ത് എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് ഈ വള. ആ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങളെല്ലാവരും കയറി കാണാൻ. ഞാൻ ഇവിടെ ലിങ്ക് വെച്ചേക്കാം താഴെ. അപ്പോൾ ഞാൻ വളയിട്ടു. വള കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത സമയത്ത് അളവായിരുന്നു. പക്ഷേ ഇട്ടപ്പോഴത്തേക്കിന് എന്തോ ഭയങ്കര ടൈറ്റായി വെച്ച് പൊട്ടിപ്പോകുന്നില്ല. ഞാൻ വളരെ സമാധാനപരമായിട്ട് വളയിട്ടു. പക്ഷേ വളയിട്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം എന്നൊരു തോന്നൽ വന്നു കേട്ടോ. എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളും വള ഇട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കമ്പി വളകളുണ്ടല്ലോ, അങ്ങനത്തെ വളയൊന്നും എനിക്കിപ്പോഴും ഇടാനായിട്ടുള്ള ഒരു തോന്നലില്ല മൈൻഡിൽ. പക്ഷേ കുപ്പിവള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിപ്പോൾ കുപ്പിവളയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ എന്തൊരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ
കോമഡി അതല്ല, ഞാനിതല്ല ഇട്ടുകൊണ്ട് പോയത്. എനിക്ക് ഈ മാലയൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് എന്തോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എന്നെ തന്നെ ഞാൻ ബോഡി ഷേമിങ് ചെയ്യുവാണോ എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ മറ്റേ എന്തോ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഒരുക്കത്തില്ല, അതുപോലെ എന്നെ അങ്ങ് തോന്നും. അതായത് ഭയങ്കര ഒരുക്കമായിപ്പോയത്. ഇത് സിമ്പിളല്ല. എനിക്ക് എപ്പോഴും സിമ്പിളാവുന്നതാണ് ഇഷ്ടം. എന്ത് കാര്യം എടുത്താലും സിമ്പിളായിരിക്കണം എല്ലാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ ഇതല്ല ഗൈസ് ഇട്ടുകൊണ്ട് പോയത് വേറൊരു മാലയാണ്. ഞാൻ സ്ഥിരം ഇടുന്ന ഒരു മാലയാണ് ഇട്ടുകൊണ്ട് പോയത്. പിന്നെ നമ്മൾ കൊച്ചിൻ്റെ വീട്ടിലോട്ടാണ് നേരെ പോയത്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ കൊച്ചിനായിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവനിപ്പോൾ ഈ വീഡിയോ എടുത്തെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫോട്ടോ എടുക്കാനായിട്ട് എന്നെ ഇരുത്തി അവൻ കാണിച്ച വേലയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ചെട്ടികുളങ്ങര അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ്. അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരാനായിട്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ ദേവൂട്ടനെ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് അവിടെ ഇരുത്തി. പെട്ടെന്നായിരുന്നു കേട്ടോ. ചോറൂണിൻ്റെ പരിപാടിയൊക്കെ വടപട ചടച്ചടയെന്ന് അങ്ങ് നടന്നു. അങ്ങനെ കൊച്ചച്ഛനാണ് ചോറ് കൊടുത്തത് കുഞ്ഞിന് ആദ്യമായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ ഇരുന്ന് പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചന്ദനമൊക്കെ തൊട്ടു, ചെവിയുടെ പുറയിലൊരു പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പരിപാടി നടത്തിയത്. ദേവൂട്ടൻ അങ്ങനെ കരയുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ദേവൂട്ടൻ ഇതിനെങ്കിലും കരയുമെന്ന്, ഈ കൊട്ടും മേളമൊക്കെ കേൾക്കുമ്പോൾ കരയുമെന്ന് വിചാരിച്ചു. കരഞ്ഞൊന്നുമില്ല കേട്ടോ ഗൈസ്. അതിനും കൂടെ കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ മധുരമൊക്കെ ചെന്നതിൻ്റെ ആയിരിക്കും, എനിക്കറിയത്തില്ല. വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും പറയും ദേവൂട്ടൻ കരയത്തില്ല, ദേവൂട്ടൻ അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന്. അതിനും കൂടെ അന്ന് ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ദേവൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് ഇതുവരെ നമ്മളങ്ങനെ ദേവൂട്ടൻ കരയുന്ന കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു. പിന്നെ രാഹുലണ്ണൻ ഇല്ലായിരുന്നു. രാഹുലണ്ണൻ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മിസ്സിങ് ഉണ്ടായിരുന്നു ഉണ്ണിക്കാണെങ്കിലും. ദേവൂട്ടൻ്റെ അമ്മയാണ് ഉണ്ണി. അപ്പോൾ ഉണ്ണിക്കാണെങ്കിലും കൊച്ചച്ഛനാണെങ്കിലും കുഞ്ഞമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും രാഹുലണ്ണനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പുള്ളി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ഓളമായിരുന്നു. കുറച്ചുകൂടെ നമുക്കൊന്ന് എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയുന്നത്, കൊച്ചച്ഛൻ ആദ്യമായിട്ട് കുഞ്ഞിന് ചോറ് വായിലോട്ട് വെച്ച് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരുടെ ഊഴമായിരുന്നു. ഓരോരുത്തരും മാറിയും തിരിഞ്ഞുമൊക്കെ കുഞ്ഞിന് ചോറല്ല, എല്ലാവരും പറഞ്ഞു ചോറ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കരുത്, അതിങ്ങനെ ചുമ്മാ ജസ്റ്റ് കയ്യിലിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വായിൽ വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും കുഞ്ഞിന് ചോറ് കൊടുത്തു എന്ന് പറയാനൊക്കത്തില്ല, എന്നാലും ചോറ് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞേക്കാം. ചോറ് കൊടുത്തു. ഞാൻ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ചോറൂണിന് അങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ളത് ആരാധുവിൻ്റെയാണ്, ജഗദീഷണ്ണൻ്റെ, എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ചെട്ടികുളങ്ങര വെച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമുക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ദേവൂട്ടൻ്റെ ചോറൂണിനാണ് ഞാൻ ആദ്യമായിട്ടാണ് ചെട്ടികുളങ്ങര അമ്പലത്തിൽ കയറി അകത്ത് കയറി തൊഴുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് നേരം അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ എന്തോ ഉത്സവമോ സപ്താഹമോ അങ്ങനെ എന്തോ നടക്കുമായിരുന്നു. രാവിലെ ചെന്നപ്പോൾ തന്നെ അവിടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് പിന്നീട് കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഊണും ഉണ്ടായിരുന്നു, അവിടെ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ദേവൂട്ടൻ്റെ തുലാഭാരം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ദേവൂട്ടനാണെങ്കിലും നമ്മളങ്ങോട്ട് ഇരുത്തിയപ്പോൾ തന്നെ ഊഞ്ഞാലാടുന്ന പോലെ 2 കമ്പിയിലും പിടിച്ച് ഒരു പ്രശ്നമില്ലാതെ പുള്ളി അതിനകത്തിരുന്ന് നല്ല സുഗമമായിട്ട് ആടി. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം അവർ നേരെ കുഞ്ഞിനെ കൊണ്ട് അമ്പലത്തിനകത്ത് കയറി തൊഴിക്കണമല്ലോ. ഇതുവരെ കുഞ്ഞിനെ അമ്പലത്തിനകത്ത് കയറ്റത്തില്ലെന്ന് തോന്നുന്നു തൊഴാനായിട്ട്. ചോറൂണ് കഴിയാതെ കയറത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ അവർ അമ്പലത്തിനകത്തിലൊക്കെ കയറി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അവിടുത്തെ പറയുന്ന സപ്താഹത്തിൻ്റെ പരിപാടിയെല്ലാം കണ്ടു. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടിങ്ങി പോരുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.